നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിൽ ആർട്ടിറ്റയുടെ കാത്തിരിപ്പ് സഫലമായി. ഗബ്രിയേൽ ഹീസസ് ഗോളടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു ഗോളല്ല, ഹാട്രിക് അദ്ദേഹം അടിച്ചിരിക്കുന്നു. EFL കപ്പിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ ആഴ്സണൽ 3-2 വിജയിച്ച് കയറുമ്പോൾ 3 ഗോളുകളും ഹാട്രിക്കും നേടിയത് ഗബ്രിയേൽ ഹീസസ് തന്നെയാണ്. ബ്രസീലിയൻ ടീമിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുമോ എന്നുള്ളതാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത്. ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവ് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. 2018 വേൾഡ് കപ്പിലേക്കൊക്കെ എത്തുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഗബ്രിയേൽ ഹീസസിനെ ടിറ്റെ അവതരിപ്പിച്ചിരുന്നതെങ്കിലും ആ വേൾഡ് കപ്പിൽ അത്ര മികവ് അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റിയില്ല. പിന്നീടും അദ്ദേഹത്തിന് ബ്രസീലിന് വേണ്ടി ഒരുപാട് അവസരങ്ങൾ ലഭിച്ചെങ്കിലും ആദ്യം അദ്ദേഹം നൽകിയ പ്രോമിസിനൊത്തുള്ള പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ വീണ്ടും ആഴ്സണലിൽ അദ്ദേഹം തൻ്റെ ഫോം തിരികെ പിടിക്കുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ ബ്രസീൽ എന്തായാലും ഒരു സ്ട്രൈക്കർ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. ആ സ്ഥാനത്തേക്ക് തിരികെ എത്താൻ പറ്റുമോ ഗബ്രിയേൽ ഹീസസിന്? അത് കാത്തിരുന്ന് കാണണം. പക്ഷേ ഒരു കാര്യം, ബ്രസീലിയൻ ഫുട്ബോളിലേക്കുള്ള മടങ്ങി വരവിനെക്കുറിച്ച് അദ്ദേഹം ഇന്നലെ സംസാരിക്കുകയുണ്ടായി. അത് പാൽമിറാസിലേക്ക്, അദ്ദേഹത്തെ വളർത്തിവിട്ട ക്ലബ്ബാണല്ലോ പാൽമിറാസിലേക്ക് ഉടൻ മടങ്ങിയെത്തുമോ എന്നുള്ള ചോദ്യത്തിനാണ് ഇന്നലെ അദ്ദേഹം EFL കപ്പ് മത്സരത്തിന് ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാനൊരു പാൽമിറാസ് ബോയിയാണ്, അവിടെ നിന്ന് തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ആഴ്സണലിൻ്റെ താരമാണ്. ആഴ്സണലിൻ്റെ ജേഴ്സി വളരെയധികം സ്നേഹത്തോടുകൂടി റെസ്പെക്റ്റോടുകൂടി എനിക്ക് അണിയേണ്ടതുണ്ട്. പാൽമിറാസിനോട് എനിക്ക് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ആഴ്സണൽ താരമാണ്. ബട്ട് ഹൂ നോസ്, ആർക്കറിയാം, ഒരു നാൾ ഞാൻ വീണ്ടും പാൽമിറാസിലേക്ക് എത്തില്ല എന്ന്. ഞാനിത് നേരത്തെയും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഡിസയർ പാൽമിറാസിലേക്ക് ഒരു നാൾ തിരികെ എത്തുക എന്നുള്ള സ്വപ്നം എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ തുറന്നു പറഞ്ഞതല്ലേ എന്നാണ് ഗബ്രിയേൽ ഹീസസ് ചോദിക്കുന്നത്. അതായത് ഒരു നാൾ മടങ്ങി ബ്രസീലിയൻ ലീഗിൽ പന്ത് തട്ടാൻ ഗബ്രിയേൽ ഹീസസ് ആഗ്രഹിക്കുന്നുണ്ട്. അത് പാൽമിറാസിന് വേണ്ടിയാകണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. 27-കാരനായിട്ടുള്ള താരത്തെ കൊണ്ടുപോകാൻ വേണ്ടി ഇതിനിടയ്ക്ക് പാൽമിറാസ് ഒരു ശ്രമം നടത്തിയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനത്തിൽ. അത് പക്ഷേ ആഴ്സണൽ അദ്ദേഹത്തെ വിട്ടുകൊടുക്കുന്നില്ല, അങ്ങനെ ഒരു നെഗോസിയേഷന് തയ്യാറല്ല എന്നുള്ള നിലപാടാണ് എടുത്തത്. ഇപ്പോൾ ഈ സീസണിലാകെ 21 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചെങ്കിലും അതിൽ 8 മത്സരങ്ങളിൽ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും 2022 ആഴ്സണൽ അദ്ദേഹത്തെ സിറ്റിയിൽ നിന്ന് സൈൻ ചെയ്തത് 52 മില്യൺ യൂറോസിനാണ്. അദ്ദേഹത്തിൻ്റെ സാലറി കണക്കാക്കപ്പെടുന്നത് ഏതാണ്ട് 10 മില്യൺ പൗണ്ട്സ് പെർ സീസണാണ്. അപ്പം അങ്ങനെയുള്ളൊരു താരത്തെ ഇമ്മീഡിയറ്റ്ലി പാൽമിറാസ് സ്വന്തമാക്കുമോ എന്നുള്ളത് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അദ്ദേഹം തന്നെ പറയുന്നു, വൺ ഡേ തിരികെ എത്തും, പക്ഷേ ഇപ്പോൾ ആഴ്സണലിൽ കളിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.